കോഴിക്കോട് പുതുപ്പാടി ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. ചിപ്പിലത്തോട് കോൺവെന്റ് പ്രദേശത്തെ 150 റബ്ബർ തൈയും കായ്ക്കുന്ന 5 തെങ്ങും കാട്ടാന നശിപ്പിച്ചു. കാട്ടാന ശല്യം രൂക്ഷമായതോടെ ഏറെ ഭീതിയിലാണ് നാട്ടുകാർ. കോഴിക്കോട് പുതുപ്പാടി ചിപ്പിലത്തോട് കോൺവെന്റിന്റെ പരിസരത്താണ് കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെ കാട്ടാനിറങ്ങി കൃഷി നശിപ്പിച്ചത്. കുളത്തിങ്കൽ ജോർജിയുടെ 150 റബ്ബർ തൈയും ബെന്നി പടിക്കലിന്റെ കായ്ക്കുന്ന 5 തെങ്ങും നശിപ്പിച്ചു. ഇരുമ്പ് നെറ്റ് കൊണ്ട് കെട്ടിയ വേലി തകർത്താണ് കാട്ടാന റബ്ബർ തൈകൾ നശിപ്പിച്ചത്. പുളിശ്ശേരി സണ്ണി, ജെയ്സൺ പുളിശ്ശേരി, ഇടയൻകുന്നേൽ സലീം, ഇടയൻകുന്നേൽ രാജു എന്നിവരുടെ വീട്ടുമുറ്റത്തും കാട്ടാന വന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. പ്രദേശത്ത് ആന ഇറങ്ങുന്നത് പതിവാണെന്നും വൈകിട്ട് 6 മണിയോടെ എത്തുന്ന ആന നേരം വെളുത്തിട്ടാണ് പ്രദേശത്തു നിന്നും പോവാറുള്ളതെന്നും നാട്ടുകാർ അറിയിച്ചു. ശബ്ദമുണ്ടാക്കിയാലോ പടക്കം പൊട്ടിച്ചാലോ ഭയപ്പെടുത്തിയാലോ ആന പോവാറില്ല. കാട്ടാനശല്യം രൂക്ഷമായിട്ടും ജനപ്രതിനിധികൾ പ്രദേശത്തേക്ക് വരികയോ കാര്യം അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ലെന്നും 1 വർഷം മുമ്പ് കാട്ടാനശല്യം രൂക്ഷമായതിനെ തുടർന്ന് MLAയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ച് കാട്ടാനശല്യത്തിന് പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകിയെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. സമയത്ത് ആനയുടെ വേനക്കായിരുന്നു. അന്ന് വേനയ്ക്ക് ആന വന്ന സമയത്ത് MLAയുടെ നേതൃത്വത്തിലൂടെ പള്ളിയിലെ പരീക്ഷകൾ മീറ്റിംഗ് വിളിച്ചെങ്കിലും ആ മീറ്റിങ്ങിൽ ഉടൻ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞെങ്കിലും വർഷം 1 കഴിഞ്ഞിട്ട് 1.5 ഒക്ടോബറായി ഇതുവരെ അതിനെപ്പറ്റി നടപടി സ്വീകരിച്ചായിട്ട് കാണുന്നില്ല. ഇപ്പം എന്തെങ്കിലുമൊക്കെ വരുമ്പം ആളുകളെ വിളിച്ചു ചോദിക്കുക, ആരെങ്കിലും വരിക, എന്തെങ്കിലും പറയുക, പോകുക എന്നല്ലാതെ കൊണ്ട് തൽക്കാലം നമുക്ക് ശരിയാക്കാമെന്ന് പറയാനായിട്ട് ഒന്നും ഇതുവരെ ശരിയായി കാണുന്നില്ല. അന്നത്തെ പറയലില്ലാണ്ട് പിന്നെ പ്രവൃത്തിയിലൊന്നും വരുന്നില്ല. കാട്ടാനശല്യം രൂക്ഷമായതോടെ ഏറെ ഭീതിയിലാണ് നാട്ടുകാർ. എത്രയും പെട്ടെന്ന് കാട്ടാനശല്യത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മുക്കം.